സിനിമയിലും ടെലിവിഷനിലൂടെയൊക്കെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി. സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു താരത്തെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതലായി മനസ്സിലാക്കിയത്. കരിയറിലെ മാത്രമല്ല, ജീവിതത്തിലെ വിശേഷങ്ങളും ശ്രീവിദ്യ യൂട്യൂബ് ചാനലിലൂടെയായി പങ്കിടാറുണ്ട്. എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളെല്ലാം വൈറലായിരുന്നു. സംവിധായകനായ രാഹുൽ രാമചന്ദ്രനാണ് ശ്രീവിദ്യയെ ജീവിതസഖിയാക്കുന്നത്. ശ്രീവിദ്യയുടെ വീഡിയോകളിലൂടെയായി രാഹുലും പ്രേക്ഷകർക്ക് പരിചിതനാണ്. കാസർഗോഡുകാരിയും തിരുവനന്തപുരക്കാരനും ഒന്നിക്കുന്നതിനെക്കുറിച്ച് ഇരുവരും വാചാലരായിരുന്നു. എൻഗേജ്മെൻറ്റിന് തൊട്ടുമുന്നേയാണ് ശ്രീവിദ്യ രാഹുലിനൊപ്പം വീഡിയോ ചെയ്തത്. കല്യാണ തീയതി നിങ്ങളിൽ നിന്നും മറച്ചു വെക്കാനായി തോന്നുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു താരം വിവാഹ തീയതി അനൗൺസ് ചെയ്തത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 വർഷത്തിലേറെയായി. ഇനി എന്തായാലും കല്യാണത്തിലേക്ക് കടക്കാം. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നതിനെക്കുറിച്ച് പറഞ്ഞുള്ള വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 8-നാണ് വിവാഹം. കല്യാണത്തിനോടനുബന്ധിച്ച ഹൽദിയൊക്കെ നടത്തുന്നുണ്ട്. ശ്രീവിദ്യ ഇത്തവണ ഓണം കൂടുന്നത് ഞങ്ങളുടെ കൂടെയായിരിക്കും. തിരുവനന്തപുരം സ്റ്റൈൽ സദ്യയൊക്കെ കഴിക്കാം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ ഓണമാണെന്നുമായിരുന്നു രാഹുൽ പറഞ്ഞത്. സിനിമ റിലീസ് ചെയ്തതിനു ശേഷം കല്യാണം എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ അത് എന്ന് നടക്കുമെന്ന് പറയാനാവാത്ത അവസ്ഥയിലാണ്. കല്യാണം കഴിഞ്ഞാലേ നന്നാവൂ എന്ന് പറഞ്ഞ് എല്ലാവരും അതങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയുള്ള വിശേഷങ്ങളെല്ലാം ശ്രീവിദ്യയുടെ വ്ളോഗിലുണ്ടാവുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. കല്യാണത്തിന് കുടുംബക്കാർക്കെല്ലാം ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാറുണ്ട് ഞങ്ങൾ. ഏട്ടൻ്റെ കല്യാണത്തിന് എല്ലാവരും ഒന്നിച്ചു പോയാണ് ഡ്രസ്സ് വാങ്ങിയത്. സെറ്റും മുണ്ടും വാങ്ങുന്നതിൻ്റെ വിശേഷങ്ങളായിരുന്നു പുതിയ വീഡിയോയിൽ കാണിച്ചത്. കല്യാണ സാരി ആര്യയുടെ അടുത്ത് നിന്നാണ് വാങ്ങിയതെന്നും ശ്രീവിദ്യ പറഞ്ഞിരുന്നു. പൊതുവെ സാരി അധികം ഉപയോഗിക്കാറില്ല, എന്നാൽ ഇഷ്ടപ്പെട്ടത് കണ്ടാൽ വാങ്ങിച്ചു വെക്കുന്ന ശീലമുണ്ട്. എൻ്റെ കല്യാണമേളത്തിന് നിങ്ങളും കൂടെ കൂടൂ. ഇനിയുള്ള വിശേഷങ്ങളും വീഡിയോകളിലൂടെ കാണിക്കുന്നതാണെന്നും പറഞ്ഞായിരുന്നു ശ്രീവിദ്യ വ്ളോഗ് അവസാനിപ്പിച്ചത്. എവിടെ വെച്ചാണ് കല്യാണമെന്ന് പറയാത്തതിനെക്കുറിച്ചായിരുന്നു ഒരാൾ ചോദിച്ചത്. ഹെയർ സ്റ്റൈൽ ചേരുന്നില്ലെന്ന് പറഞ്ഞവരോട് വഴക്കുണ്ടാക്കുകയും ശ്രീവിദ്യ പറഞ്ഞത്. തിരക്കിനിടയിൽ എല്ലാവരെയും ശ്രദ്ധിക്കാനാവാത്തതിനെക്കുറിച്ചും താരം മറുപടിയേക്കിയിരുന്നു. സ്റ്റാർ മാജിക്കിൽ ഇനി ഉണ്ടാവില്ലേ എന്നായിരുന്നു ചിലർ ചോദിച്ചത്. വിവാഹശേഷം അഭിനയം നിർത്തില്ലെന്ന് മുൻപ് ശ്രീവിദ്യ വ്യക്തമാക്കിയിരുന്നു.